ഹായ്. അപ്പോൾ ഇന്നെല്ലാവരും കാത്തിരിക്കുന്നത് 10 വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും സത്യനന്ദിക്കാടും ഒന്നിച്ചത് എങ്ങനെയുണ്ട്, എന്താണ് എല്ലാവരും പറഞ്ഞ ഹൃദയപൂർവ്വത്തിലൂടെയുള്ള സത്യനന്ദിക്കാടിന്റെ ആ ഒരു ഡിഫറെന്റ് അപ്രോച്ച്. അതിനേക്കാളെല്ലാം പ്രധാനം ലാലേട്ടൻ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാനായിരിക്കും അല്ലെ. സത്യം പറയാലോ, ലുക്ക് വൈസ് ലാലേട്ടന് ആ പഴയ ലുക്കൊക്കെ തന്നെയുണ്ട്. പക്ഷേ ട്രെയിലർ ഇറങ്ങി അതിൽ ഒത്തിരി നീളമുള്ള ഡയലോഗൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ ബ്രോഡാഡിയിലൊക്കെ കണ്ട ഒരു ലാലേട്ടനായിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ആ ട്രെയിലർ എടുത്ത് കാട്ടിക്കളയണം, എന്നിട്ട് സിനിമ തന്നെ കാണണം. അമ്മാതിരി പെർഫോമൻസ്. മാസെന്നൊന്നും അല്ലാട്ടെ ഞാൻ പറഞ്ഞത്. ഒരു സാധാരണക്കാരനായ ലാലേട്ടൻ ഇങ്ങനെ കഥയിലൂടെ സ്ക്രീനിലൂടെ അങ്ങനെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഒഴുകി അങ്ങോട്ട് കയറുന്ന ഒരു ഫീല്. ലാലേട്ടൻ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറി എന്ന് പറയുമ്പോൾ പിന്നെ വേറൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഓണം തൂക്കി എന്ന് തന്നെ പറയാം. പിന്നെ സംഗീത് പ്രതാപ് എന്ന് പറയുന്ന യുവതീ യുവാക്കളുടെ അമൽ ഡേവിസ്, അദ്ദേഹത്തിന് നല്ല സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പുള്ളി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യം, അല്ലാതെ എന്ത് പറയാൻ. പിന്നെ നായിക മാളവിക കൊടുത്ത വേഷം വൃത്തികേടാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. നോട്ട് ബാഡ് എന്നൊക്കെ പറയാവുന്ന ഒരു പെർഫോമൻസ്. കാരണം ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ലാലേട്ടൻ തന്നെ മുന്നിട്ട് നിൽക്കും. ഇതില് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജസ്റ്റിൻ പ്രഭാകറിന്റെ മ്യൂസിക് അതൊരു പ്രത്യേക ഫീല് നൽകി നമ്മൾ പിടിച്ചിരുത്തും. അമ്മാതിരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് പേരെടുത്ത് പറയാതെ വയ്യ. ആള് കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് തമിഴിലും ഹിന്ദിയിലൊക്കെയാണ്. മലയാളത്തില് നമ്മുടെ പാച്ചവും അത്ഭുത വിളക്കും എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പടം സ്ക്രീനിൽ കണ്ടിരിക്കാനും ഒരു പ്രത്യേക സുഖമാണ്. അതായത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കളർ ടോൺ എന്ന് പറയുന്നത് നമ്മൾ ദേവദൂതൻ, പ്രണയം എന്നൊക്കെയുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിലത്തെ ആ ഒരു കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഫീൽ ഉണ്ട്. ക്യാമറ അനുമുത്തെടുത്താണ്. പിന്നെ പാട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടതാണല്ലോ, അതും കൊള്ളാം. ഇനി കഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ എത്തുന്നത്. അതിൽ ഹൃദയം ഡൊണേറ്റ് ചെയ്തത് പൂനെയിലുള്ള ഒരു കേണലാണ്. വളരെ ഊർജ്ജസ്വലനായ സ്മാർട്ടായിട്ടുള്ള ഒരു കേണല്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണാനായിട്ട് സന്ദീപ് ബാലകൃഷ്ണൻ പുറപ്പെടുന്നു. അങ്ങനെ സാഹചര്യങ്ങൾ കാരണം നായകന് ആ കുടുംബത്തോടൊപ്പം താമസിക്കേണ്ടി വരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് നായകനും ലയിച്ചു ചേരുന്നു, അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നു എന്നൊക്കെ പറയാം. ഒപ്പം തീർത്തും അപരിചിതരായ രണ്ട് പേര് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുമ്പോഴുണ്ടാവുന്ന ചില സംഭവ വികാസങ്ങൾ. അതിലൊരാളുടെ ശരീരത്തിൽ മറ്റൊരാളുടെ അച്ഛന്റെ ഹൃദയം അല്ലെങ്കിൽ ഭർത്താവിന്റെ ഹൃദയം എന്നതുകൂടിയാവുമ്പോൾ ഉള്ള ആ ഒരു ഇമോഷൻസ്, അതാണ് സത്യത്തിൽ കഥ മുഴുവൻ കാണിക്കുന്നത്. പക്ഷേ സത്യനന്ദിക്കാടിന്റെ ചിത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നായകൻ ഒരു മര്യാദാ പുരുഷോത്തമനായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സസ്പെൻസിനൊന്നും വകയില്ല. കാരണം മര്യാദാ പുരുഷോത്തമൻ ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അദ്ദേഹം ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മണിയടിയും ശംഖുനാഥവുമാണ്. അത് ഒന്നടിച്ച മൂന്ന് എന്ന് നമ്മൾ സങ്കല്പിക്കുക, അല്ലാതെ കഥയിൽ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുന്നൊന്നുമില്ല. പിന്നെ കോമഡിയൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. പിന്നെ സിദ്ദിഖും ജനാർദ്ദനൻ ചേട്ടനും ഒക്കെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഇടയ്ക്കല്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ ആസ്വദിച്ച് കണ്ടിരിക്കാവുന്ന ഒരു ഓണച്ചിത്രം. മാസ് ബോക്സ് ഓഫീസ് ഹിറ്റ് എന്നൊന്നും പ്രതീക്ഷിക്കാതെ ഒരു വ്യത്യസ്ത കഥ കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകാം. പിന്നെ ഫസ്റ്റ് ഹാഫാണ് സത്യത്തിൽ എൻഗേജിങ്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ചെറുതായിട്ടൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉള്ളത് കൊണ്ട് ചിത്രത്തിൽ കാണിക്കുന്നത് വലിയ ഇന്റർവെൽ പഞ്ച് എന്ന് പറയാൻ പറ്റില്ല. ക്ലൈമാക്സും അങ്ങനെ തന്നെ നമുക്ക് കരുതാം. പിന്നെ രണ്ട് ഫൈറ്റ് സീനുകൾ ഉണ്ട്. അതിൽ ഒന്നില് ലാലേട്ടൻ അടികൊള്ളും, ഒന്നില് ലാലേട്ടൻ തിരിച്ചു കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല കേട്ടോ. പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കഥയിലേക്ക് കടക്കും. പിന്നെ പാട്ടുകളൊക്കെ നല്ലതാണെങ്കിലും മകൾക്ക് മരിച്ചുപോയ അച്ഛന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു പാട്ടുണ്ട്. അത് വെറും 4 വരിയെ ചിത്രത്തിൽ കാണിക്കുന്നുള്ളൂ. അത് ശരിക്കും ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നനയിപ്പിക്കും. പിന്നെയുള്ള പടത്തിലെ യഥാർത്ഥ നായകൻ, ഹൃദയം ഡൊണേറ്റ് ചെയ്ത ആ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ്, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പോലും ചിത്രത്തിൽ കാണിക്കാതെ നായകനാക്കി കളഞ്ഞു. അതിന് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം ഒരുക്കിയ അന്തിക്കാട് ഫാമിലിക്ക് തന്നെ ഫുൾ മാർക്കും കൊടുക്കാം. ഏതായാലും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടം. ലാലേട്ടനും അന്തിക്കാടും ഒക്കെ ഇനിയും തുടരും.